കയറിയില്ല അറിയില്ലല്ലോ. നീ നിനക്ക് എത്രത്തോളം ശ്രദ്ധ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഒരു വീടൊക്കെ നോക്കി നടത്താനുള്ള ശേഷി ഉണ്ടെന്ന് അറിയണ്ടല്ലേ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വാതിലൊക്കെ തുറന്നിട്ട വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് ചേച്ചിയൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് ഒരു വീടൊക്കെ ആവുമ്പോഴേ ഇങ്ങനെ തുറത്ത് മലത്തിയിട്ട എല്ലാവരും എടുത്തോണ്ട് പോവല്ല. ചായ വേണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ മേരി ചേച്ചി വീടിന്റെ പണിയൊക്കെ എന്തായി? അത് കഴിയാറായല്ലോ. 2 മാസത്തിനുള്ളിൽ പരവാസത്തിൽ ഉണ്ടാവുന്ന പറഞ്ഞേ. ഓ ഇന്നലെ ആയിട്ടായിരുന്നു വാർക്ക. അതൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. 5 ലക്ഷം കിട്ടിയിട്ടുണ്ടാവൂലേ? അതറിയില്ല. അതിങ്ങനെ ഗഡുക്കളായിട്ടില്ല കൊടുക്കും അല്ലേ? അതെ. ഇനിയിപ്പോ വാതിൽ വെക്കലും കൂടി കഴിഞ്ഞാലേ ലാസ്റ്റ് കെടും കൊടുക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഇത് ഈ വേറെ ആരെങ്കിലും കിട്ടിയാടി? ആരന്വേഷിക്കാൻ പോണതൊക്കെ നമുക്ക് എന്തായാലും അതിനുള്ള കഴിവില്ല. പിന്നെ നിനക്കൊന്ന് അപേക്ഷിച്ചൂടെ? ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ നിന്ന് വിട്ടു. 5 സെന്റ് സ്ഥലം വേണ്ടേ? അതെ, 5 സെന്റ് സ്ഥലമില്ലാത്ത പ്രശ്നം അല്ലേ? കൂടുതലൊക്കെ അഭിനയിച്ച് മറിക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞാൽ തീർന്നല്ല. എന്നാ നീ വിഷമിക്കണ്ട. 5 സെന്റ് സ്ഥലം അമ്മാമ എഴുതി തരാം നിനക്ക്. കനക അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിട്ട് ശരിയാ. എന്തിനാണ് ക്ലീറ്റോ വിളിച്ചത്? സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നിട്ട് ക്ലീറ്റോനോട് പറയണല്ലോ. ക്ലീറ്റോനോട് പറയണം. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, നമുക്ക് ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എനിക്ക് കാർ പോർച്ച് വേണം, ഔട്ട് ഹൗസ് വേണം, 1200 സ്ക്വയർ ഫീറ്റ് കുറയാതൊരു വീട് വേണം, AC വെക്കണം, ആളെ കാണാൻ വലിയൊരു കുറച്ചിലല്ലേ. ആകെ നമുക്കുള്ള സ്ഥലമോ 5 സെന്റ്. അതില് പഞ്ചായത്തിന്റെ നിയമം 600 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല. 5 ലക്ഷം രൂപയാണ് തരുന്നത്. അല്ല, 600 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 2 മുറി ഉണ്ടാവൂലേ? 2 മുറി, ഒരു ഹാള്, അടുക്കള എല്ലാം. പിന്നെ അത്യാവശ്യം ഒരു കുടുംബം, ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കും. നിന്റെ മനസ്സുള്ള വീട് എങ്ങനെയാണ്? എന്റെ മനസ്സിൽ എനിക്കൊരു അടുക്കളയും 2 മുറിയും മാത്രം മതി. മതിയല്ലോ. ഓടിട്ടൊരു വീട് മതി. ഓടല്ല, അവര് തരുമ്പോ ഓട് വരക്കില്ല കേട്ടാ, വാർത്ത തരുപടി. അല്ലെ പിന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓട് പെട്ടും ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ചോർന്ന് വിളിച്ചിട്ട് അവൻ മാറ്റിയാ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, വാർത്ത. പിന്നെ ക്ലീറ്റസിനെ അറിയിച്ചാ പറയും, സ്വന്തമായിട്ട് എന്റെ തങ്കത്തിന്റെ പേരിൽ 5 സെന്റ് സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആധാരം കൊണ്ടുവച്ചിട്ട് വരാവോ, കാശടിച്ചു പറ്റും. ഈ കിട്ടുന്ന പൈസ ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത്. ആദ്യം കിട്ടുന്ന പൈസ എടുത്തിട്ട് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പൈസ വീടിന് വേണ്ടി ചെലവാക്കൂല, എടുത്തിട്ട് പോകും. രാഷ്ട്രീയക്കാരനാ, ബുദ്ധി ഉപയോഗിച്ച് കാശ് തുടങ്ങിയിട്ട് വീടും ഉണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല, കാശും കൊണ്ടാവുമ്പോ. നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്ന വെച്ചാല് അമ്മാവന്റെ മറ്റേ ചീരത്തോട്ടല്ലേ, അതിന്റെ സൈഡിലായിട്ടാണ് ഈ സ്ഥലം തരാൻ പോകുന്നത്. അപ്പൊ ഒരു ഗുണം വെച്ചാൽ ഈ പറഞ്ഞ അമ്മാവന എനിക്ക് നീ എന്റെ തോട്ടമൊക്കെ നോക്കാൻ അവിടെ ഒരാളുമായി, എനിക്കിപ്പോ എന്നൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല. അല്ലെ വേലൊക്കെ വരുന്ന സമയത്ത് കഞ്ഞി കുടിക്കാൻ അങ്ങ് പോണ്ടല്ലോ, അവിടുത്തെ കഞ്ഞി കുടിച്ച് നിൽക്കാമല്ലോ. നിനക്കാകുമ്പോ ഒരു ഇറങ്ങി നടക്കാനും ഒരു സ്ഥലം, നല്ല വായു ഒക്കെ ഉള്ള സ്ഥലം. നമ്മൾ പോയിട്ടില്ല അവിടെ, ഓർമ്മയില്ല എനിക്ക്, നല്ല സ്ഥലമല്ലേ അത്. അപ്പൊ അവിടെ നമ്മൾ അന്തസ്സായിട്ട് ഒരു വീട് വെച്ച് താക്കോൽ ഇതിന്റെ കൈ തരുന്ന സമയത്ത് ക്ലീറ്റൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കും. അതിന്റെ മുമ്പ് അവതരിപ്പിക്കണ്ട, തുടങ്ങി. അപ്പൊ എല്ലാം ഭർത്താവിനോട് പറയുന്ന ആളാണെന്ന് അറിയാം. ഇത് മാത്രം തൽക്കാലത്തേക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിട്ട്. അപ്പോഴേ ഇനിയിപ്പൊ പറയാതിരുന്നാല് പണി കഴിഞ്ഞ് കഴിയുമ്പോ ക്ലീറ്റോടെ ഒന്ന് താമസിച്ചില്ലെങ്കിലോ? ഇവിടെ പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. അവനെല്ലാം തങ്കല്ലേ, തങ്കുള്ളടത്തേക്ക് അവൻ പിന്നാലെ വരില്ലേ? ഒരു കുഴപ്പമില്ലേ? അല്ലേ തന്നെ അവ ഈ കാണിക്കുന്നതൊക്കെ വെറുതെ അല്ലേ. പിന്നെ നമുക്ക് ഇടംചെറുപ്പിടുമ്പോ നമുക്ക് ഈ പറഞ്ഞ ഇപ്പൊ അമ്മാവൻ നല്ല മനസ്സോട് തന്നേക്കാണ്. ഈ അമ്മാവന്റെ മനസ്സ് മടുപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ട എത്രയും പെട്ടെന്ന്. ഞാൻ അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ഓന്തമ്മാവനൊന്നല്ല, എനിക്ക് മനസ്സൊന്നും മാറില്ല. ഒരു കാര്യം തീരുമാനം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മാവനെന്ന് ഇന്ന് ഈ എന്താ പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. അതെ, ഇനിയിപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ 2 ആളും കുട്ടിയൊക്കെ ആയിട്ട് സുഖമായി താമസിക്കുമ്പോൾ കാശും പണമൊക്കെ വന്ന് അവനൊരു MLA ആവുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ ചേർത്ത് ഈ വീട് വലുതാക്കാൻ പറ്റും. ഇപ്പം എങ്ങനെ പോട്ടെ? തൽക്കാലത്തേക്ക് നമുക്ക് സ്വന്തം നിന്റെ പേരിൽ. അപ്പം ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോകണം. ഞാൻ ആദ്യം പോയിട്ട് ഈ സ്ഥലം മാറ്റുള്ള പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊരു ദിവസമായിട്ട് പോകാം. അതുകൊണ്ട് ഞാൻ അമ്പിളിക്കുട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനും വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന്, കാരണം അവിടെ ഒരാൾ സ്വാധീനമുള്ള ഒരാൾ വേണോടി, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പിന്നെ അവിടുത്തെ മിണ്ടിയിട്ടില്ല, പറയണ്ട. നിങ്ങൾ കുറച്ച് ദിവസത്ത് മിണ്ടായിരിക്കൂ. അതെ, ഇപ്പൊ ഇയാളുടെ ഭാര്യ അറിയണ്ട, എന്റെ ഭർത്താവ് അറിയണ്ട, ആങ്ങളും പെങ്ങളും മാമിയും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ മാത്രം അറിയാം. വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പോണോ, എന്തെങ്കിലും പറഞ്ഞ് ബാങ്കിൽ പോകണമെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിയാൽ ഇറങ്ങണ സമയമാകുമ്പോൾ ബാങ്കിൽ നടക്കട്ടെ, കാര്യം നടക്കട്ടെ. എന്നെ കൊണ്ട് പാടാണോ?
ഒന്നുമില്ല. ശരിയാ, എല്ലാം ശരിയാ. മെഡിക്കേറ്റ് കേട്ടാ.